ഹലോ ഫ്രണ്ട്സ്, SS വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറേ ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോസ് ചെയ്യാൻ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് വീഡിയോസ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണത്. വീഡിയോ ചെയ്യാനുള്ള ഐഡിയയിൽ വന്നല്ല, ഇതെവിടെ സ്ഥലം എന്ന് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അല്ലേ. നമ്മുടെ തെക്കേ മലമ്പുഴ ഭാഗമാണ് കേട്ടോ. വെറുതെ ഒരു ഈവനിങ്ങിന് ഇറങ്ങിയതാണ് ഞാനും വൈഫും കൂടി. അപ്പം ഇന്നിപ്പോൾ മഴയില്ല അധികം, ഇന്ന് മഴ പെയ്തിട്ടില്ല. പക്ഷേ ഒരു മഴയുടെ ഇതുണ്ട്, ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു മഴ. ഇന്നിപ്പോൾ മഴേൻ്റെ ചെറിയൊരു സൂചനയുണ്ട്, പക്ഷേ പെയ്തിട്ടില്ല അത്ര നേരം വരെ. അപ്പോൾ പ്രകൃതി ഭംഗിയും മലമ്പുഴേൻ്റെ ഭംഗിയും എല്ലാവർക്കും അറിയാം, എല്ലാവരും നിറയെ കണ്ടിട്ടുള്ളതാണ്. പിന്നെ അതിനിപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് അതിലൊന്നും പറയാനില്ല. ഇപ്പോൾ സഞ്ചാരികൾ ഒരുപാട് വരുന്ന സ്ഥലമാണ്. എല്ലാം നല്ല കാര്യം തന്നെയാണ്, സഞ്ചാരികൾ വരുന്നതുകൊണ്ടും ഇതൊരു ടൂറിസ്റ്റ് പ്ലേസായിട്ട് മാറുന്നതുകൊണ്ടും പാലക്കാടിന് അഭിമാനമൊക്കെ തന്നെയാണ്. എന്നാലും കൂടിയും നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഏറ്റവും മനസ്സിന് വിഷമമുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒന്നാമത് വെള്ളം കമ്മിയായിരിക്കണ സമയത്ത് റിസർവോയറിലേക്ക് എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ബൈക്ക്, കാറ് അങ്ങനെ എല്ലാം കൊണ്ട് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അവിടെ പാർട്ടി, സെലിബ്രേഷൻ കാര്യങ്ങൾ അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് നിയന്ത്രിക്കാനുള്ള നടപടികളൊന്നും ആരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നില്ല. അതൊരു പ്രശ്നമാണ്. പിന്നെ അടുത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതാണ്, കണ്ടോ, കുപ്പികൾ, പ്ലാസ്റ്റിക് ഐറ്റംസ്, ചായ കുടിച്ചത് അതിൻ്റെയൊക്കെ ബാക്കി, ഇത്രയും ഐറ്റംസാണ് ഇവിടെ കിടക്കുന്നത്. പാൻപരാഗ് എന്തൊക്കെയോ തിന്നതിൻ്റെ. ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഇരുന്നിട്ട് ഒരു ലേഡി വന്നിട്ട് അവർ ഈ പോപ്കോണിൻ്റെ തിന്നിട്ട് ആ കവറ്, ആ ഒരു കപ്പ് പോലത്തെ ഒരു സാധനം അതവിടെ ആ പാറേൻ്റെ മുകളിൽ ഉപേക്ഷിച്ചിട്ട് പോയി. അവിടെ ഒരു ഭംഗിയുള്ളൊരു പാറയുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ പണ്ട് സമാധാനമായിട്ട് വന്നിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ അതിലെല്ലാം ഫുള്ള് മാലിന്യമാണ്. അവിടെ ഒരു ബോട്ടിൽ ബൂത്ത് വെച്ചിട്ടുണ്ട്, എങ്കിലും അതിലേക്കൊന്നും വേസ്റ്റ് ഇടുന്നില്ല. വേസ്റ്റ് എല്ലാം പുറത്താണ് പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതുപോലെ ഭംഗിയുള്ള സ്ഥലം നശിപ്പിക്കാൻ വേണ്ടി ദയവ് ചെയ്ത് ഇങ്ങോട്ട് വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ വന്ന് കണ്ടോളൂ, അതിൽ കുഴപ്പമില്ല. അപ്പോൾ ഒരു സ്ഥലം നശിപ്പിക്കുന്നത് നമുക്ക് എളുപ്പമാവും, ഇത് നന്നാക്കി എടുക്കാൻ ആരും മെനക്കെടുന്നില്ല. നശിപ്പിക്കുന്നതിന് 100 പേരുണ്ട്, നന്നാക്കാൻ ആൾക്കാരില്ല. ഇതാണിപ്പോൾ മലമ്പുഴേൻ്റെ, അതുമാതിരി തെക്കേ മലമ്പുഴേൻ്റെ ഒക്കെ ഇത് ചെറിയൊരു ഭാഗമാണ് കേട്ടോ. ഇത് ഒരുപാടുണ്ട്. അപ്പോൾ ഞാൻ അത്രയും ലെങ്തി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു വീഡിയോ ആയി പോവും. അപ്പോൾ അത് ഒരുപാട് കാണിക്കാനൊന്നും പറ്റില്ല, ഒരുപാടുണ്ട് നമുക്ക് ഇതേപോലെ വേസ്റ്റ് ഇട്ടതൊക്കെ. അപ്പം ഞങ്ങളും വന്നു, ഞങ്ങളും ചായയും ഇവിടെ നിന്ന് കപ്പയും കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് പാക്ക് ചെയ്തിട്ട് എൻ്റെ ബാഗിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വേസ്റ്റ് ബിന്ന് എവിടെയാണോ, ഇവിടെയല്ല, അല്ലാതെ പുറത്ത് നമുക്ക് എവിടെയും വേസ്റ്റ് ബിന്ന് കാണുകയാണെങ്കിൽ അവിടെ ഇടും, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഞാൻ അത് ഉപേക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ വരികയാണെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന മാലിന്യം നമ്മുടെ ഉത്തരവാദിത്വമാണ് അല്ലേ. അത് എങ്കിലും ആ ഒരു മാന്യതയെങ്കിലും നമ്മൾ പാലിക്കാൻ ശ്രദ്ധിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം നമ്മൾ പാലിക്കുക. ബാക്കിയുള്ളതൊക്കെ എന്താ ആവട്ടെ, ബാക്കിയുള്ളത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇപ്പോൾ ബിയർ ബോട്ടിൽ അതൊക്കെ പൊട്ടിച്ചിടുക, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദ്രോഹമാണ്. കാരണം ആരെങ്കിലും ഇറങ്ങാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്തായിരിക്കും ഇവർ പൊട്ടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങുമ്പോൾ നമ്മുടെ കാലിലേക്ക് കുത്തിക്കയറാനും ഉള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഇതൊക്കെ നമ്മൾ സ്വയം ചില കാര്യങ്ങൾ നമ്മൾ ബോധത്തോടുകൂടി ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിലും വലിയ പത്രാസും പൗഷ്യം കാണിച്ചിട്ട് കാര്യമില്ല. ഇതുപോലുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ വിദ്യാഭ്യാസം നമ്മൾ തെളിയിക്കേണ്ടത്. അതിൽ പലരും ഞാൻ നോക്കിയപ്പോൾ പലരും ഫെയിലിയറാണ്. ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യണതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ, ഇങ്ങനത്തെ പ്രവൃത്തികൾ കാണുമ്പോൾ നമുക്കത് പറയാണ്ടിരിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ നോക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.